വയനാട് പുനരധിവാസത്തിന് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള 16-അംഗ പ്രത്യേക കമ്മിറ്റി വായ്പാ തുക ചെലവഴിക്കാൻ കേന്ദ്രത്തിനോട് സാവകാശം തേടാൻ തീരുമാനം. ടൗൺഷിപ്പ് നിർമ്മാണത്തിനുള്ള സ്പോൺസർഷിപ്പും ചെലവും കമ്മിറ്റി പുനഃപരിശോധിക്കും. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യ, കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് ഈ 16-അംഗ പ്രത്യേക കമ്മിറ്റി ഒരു മീറ്റിംഗ് ഒക്കെ ചേരുകയുണ്ടായത്. തുടർന്ന് വായ്പാ തുക ചെലവഴിക്കാൻ കേന്ദ്രത്തോട് സാവകാശം തേടാനും ഒരു തീരുമാനമായിട്ടുണ്ട്. എങ്ങനെയാണ് ഈ പദ്ധതികൾ ചെലവഴിക്കുന്ന കാര്യത്തിൽ തീരുമാനമായത്? വിവരങ്ങൾ. ഹരിത, ദുരന്തം സംഭവിച്ചതിന്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ വയനാടിന് വേണ്ട സാമ്പത്തിക സഹായം കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നതാണ്. 2000 കോടിയുടെ പാക്കേജാണ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ അന്നൊന്നും തന്നെ പണം അനുവദിക്കുന്ന ഒരു സമീപനം കേന്ദ്ര സർക്കാർ പുലർത്തിയിരുന്നില്ല. തുടർന്ന് കേന്ദ്ര ബജറ്റിലും സഹായം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ കേന്ദ്ര ബജറ്റിലും അത്തരത്തിൽ വയനാടിന് യാതൊരുവിധ സഹായവും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല. അതേ തുടർന്ന് ഈ കഴിഞ്ഞ ദിവസമാണ് ഈ പലിശരഹിത വായ്പ വയനാടിനു വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പണം ചെലവഴിക്കേണ്ടത് അത് എത്രയും വേഗം ചെലവഴിക്കണം എന്നുള്ള ഒരു ഉപാധിയോട് കൂടിയാണ് കേന്ദ്രം പണം അനുവദിച്ചത്. ഈ സാമ്പത്തിക വർഷത്തിൽ തന്നെ ആ പണം ചെലവഴിച്ച് തീർക്കേണ്ടതായിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം അതിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുക എന്നുള്ളതായിരുന്നു സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളി. അതിനായിട്ടാണ് കഴിഞ്ഞ ദിവസം ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ചേർന്നുകൊണ്ടുള്ള ഒരു ഉന്നതതല യോഗം ചേർന്നിട്ടുണ്ടായിരുന്നത്. ഈ യോഗത്തിലാണ് ഈ സാമ്പത്തിക വർഷത്തിൽ തന്നെ ഈ നൽകിയ വായ്പാ തുക ചെലവഴിക്കണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. നിലവിൽ എടുത്തിരിക്കുന്ന ഒരു ധാരണ, ഇതിനായിട്ടൊരു കമ്മിറ്റി തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നിയോഗിച്ചിട്ടുള്ളത്. ഈ കമ്മിറ്റി നിരന്തരമായിട്ട് ഈ കാര്യങ്ങൾ പഠിക്കുകയും ഉടനടി തന്നെ ആ വായ്പാ തുക ഉപയോഗിച്ച് പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്യണമെന്നുള്ള നിർദ്ദേശമാണ് ഇന്നലത്തെ യോഗത്തിൽ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഈ വായ്പാ തുക ഡെപ്പോസിറ്റ് സ്കീം വഴി ചെലവഴിക്കാനാണ് ഇന്നലെ ചേർന്ന യോഗത്തിൽ എടുത്തിട്ടുള്ള ഒരു ധാരണ. അത് ടൗൺഷിപ്പുകളിലെ വീടിന്റെ നിർമ്മാണ ചെലവ് പുനഃപരിശോധിക്കാൻ കിഫ്കോണിനോട് തന്നെ ആവശ്യപ്പെടാനുള്ള ഒരു ധാരണയും ഇന്നലെ ഇപ്പോൾ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച 16 പ്രോജക്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ പണം വിനിയോഗിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അത് സംബന്ധിച്ചൊക്കെ തന്നെ ആലോചനകളും അതുപോലെ തന്നെ അതിൽ നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ ഇന്നലെ യോഗത്തിൽ മുന്നോട്ട് വരികയും അതിൽ തീരുമാനം എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നൽകിയ തുക അത് ഇനി എന്തെല്ലാം പ്രതിസന്ധികൾ നേരിടേണ്ടതായിട്ട് വന്നാലും വിനിയോഗിക്കാൻ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. കാരണം നിരന്തരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു തുക കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സാമ്പത്തിക വർഷത്തിൽ തന്നെ അത് വിനിയോഗിച്ച് തീർക്കണമെന്നുള്ള ഉപാധി കൂടി കേന്ദ്ര സർക്കാർ വെച്ച സാഹചര്യത്തിൽ അതിൽ വലിയ രീതിയിലുള്ള വെല്ലുവിളികൾ സംസ്ഥാന സർക്കാരിന് നേരിടേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. ഈ ചർച്ചകളൊക്കെ തന്നെ പെട്ടെന്ന് നടത്തി ആ തുക എത്തരത്തിൽ വിനിയോഗിക്കാം, എങ്ങനെയൊക്കെ വിനിയോഗിക്കാം എന്ന തരത്തിലുള്ള ആലോചനകൾ നടത്തേണ്ടതായിട്ടുണ്ട്. അതിനൊക്കെ ആയിട്ടാണ് യോഗം ചേർന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും അത് സംബന്ധിച്ചുള്ള തീരുമാനം ഇന്നലത്തെ യോഗം കൈക്കൊണ്ടു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ തുക വിനിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഒരു പുനഃപരിശോധന നടത്താനുള്ള തീരുമാനവും ഇന്നലെ എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കേന്ദ്രം നൽകിയിരിക്കുന്ന വായ്പാ തുക അത് കൃത്യമായിട്ട് സാമ്പത്തിക വർഷത്തിനുള്ളിൽ തന്നെ വിനിയോഗിച്ച് പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയായിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്. ഈ പുനരധിവാസം അതിവേഗം നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ ദിവസങ്ങളിലായിട്ട് തന്നെ ചെയ്തു വരുന്നത് എന്നുള്ളതാണ്. കാരണം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും അതിരൂക്ഷ വിമർശനം ഉയരുന്നുണ്ട്. ഈ ദുരന്തം നടന്ന് ഇത്രയും ദിവസമായിട്ടും ഇത്രയും മാസം കടന്നുപോയിട്ടും എന്തുകൊണ്ട് പുനരധിവാസം സാധ്യമാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ള ചോദ്യം പ്രതിപക്ഷമടക്കം വലിയ വിമർശനമായിട്ട് ഉന്നയിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. കേന്ദ്രം കൂടി ഇത്തരത്തിൽ വായ്പാ തുക അനുവദിച്ച സാഹചര്യത്തിൽ അത് അധികം വൈകിപ്പിക്കാൻ പാടില്ല എന്നുള്ള തീരുമാനം തന്നെയാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. അതനുസരിച്ചുള്ള നടപടികളുമായിട്ട് സംസ്ഥാന സർക്കാർ ദ്രുത വേഗതയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ശരി, സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകിയത്.